മലയാളികൾക്ക് അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെയാണ് നവ്യ നായർ. ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ 2001 അഭിനയ രംഗത്തേക്ക് വന്ന നവ്യ രണ്ടാമത്തെ ചിത്രമായ നന്ദനത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്ന താരം 12 വർഷങ്ങൾക്ക് ശേഷം ഒരു തീ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. തന്റെ ആദ്യ കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഉണ്ടായ രസകരമായ അനുഭവം ഒരു കോടിയിൽ പറയുകയാണ് നവ്യ നായർ. കന്നഡ അറിയാത്തത് കൊണ്ട് ഡയലോഗെല്ലാം മലയാളത്തിൽ എഴുതി മനപ്പാഠം പഠിച്ചായിരുന്നു പോയതെന്ന് അവർ പറയുന്നു. തന്റെ അപ്പോഴത്തെ പ്രകടനം കണ്ട നായകൻ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു ഡയലോഗ് കയ്യിൽ നിന്നും ഇട്ടു പറഞ്ഞു. അർത്ഥം ഒന്നും മനസ്സിലായില്ലെങ്കിലും എക്സ്പ്രഷൻ കണ്ടിട്ട് കളിയാക്കുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഒന്ന് പോടോ എന്ന് തിരിച്ചു പറഞ്ഞെന്ന് നവ്യ കൂട്ടിച്ചേർത്തു. ആദ്യമായി കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ ഡയലോഗെല്ലാം മലയാളത്തിൽ എഴുതി പഠിച്ച് അർത്ഥമെല്ലാം മനസ്സിലാക്കി ഷോട്ടിന് റെഡിയായി എടുക്കാൻ പോയി. അവിടെ പോയപ്പോൾ എൻ്റെ ആദ്യത്തെ സീനായിരുന്നു. ആദ്യമായാണ് ആ കന്നഡ നടനെ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ പരസ്പരം കളിയാക്കുന്ന സീനോ മറ്റോ ആയിരുന്നു അത്. ഒരു സീനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൗണ്ടറും എക്സ്പ്രഷനും ഒക്കെ ഇടയ്ക്ക് കയ്യിൽ നിന്നിട്ടെന്ന് വരും. സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കന്നഡ പറച്ചിലും എക്സ്പ്രഷനും എല്ലാം കണ്ടപ്പോൾ തോന്നി ഞാൻ കന്നഡ അറിയുന്ന കുട്ടിയാണെന്ന്. അപ്പോൾ അദ്ദേഹം കന്നഡയിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യം പറഞ്ഞു. എന്നെ കളിയാക്കുന്ന രീതിയിലുള്ളതാണെന്ന് എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ഒന്ന് പോടോ എന്ന് തിരിച്ചു പറഞ്ഞു. ഡയറക്ടർ കട്ട് പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു. പിന്നെ ഡബിങ്ങിന്റെ സമയത്ത് അവർ എൻ്റെ ലിപ് മൂവ്മെന്റിന് ചേരുന്ന ഡയലോഗ് എഴുതിയാണ് ഡബ് ചെയ്തതെന്നും നവ്യ നായർ പറഞ്ഞു.